എന്നെയാ നോക്കണേ? നിക്കടാ. ബാബോ പോവാം സാർ. ഇവറോ ഞാൻ കേറിയല്ലേ. അങ്ങോട്ട് നീങ്ങിരിക്കടാ. അങ്ങോട്ട് കൊറേ ആയി ഓടിക്കാൻ തുടങ്ങിയിട്ട്. സംഭവം നിയമപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഇതുപോലുള്ള കേസായിട്ട് എൻ്റെ കൈ കിട്ടിയ നല്ല ഇടി ഞാൻ ഇടിക്കും. മനസ്സിലായോ? ഇനി കോളേജിൽ പോവാന്ന് പറഞ്ഞാൽ കോളേജിൽ പോകണം, അല്ലാതെ പാർക്കിൽ പോകരുത്. ഇല്ല സാർ, ആ എന്നാ വയ്ക്കോ, വിളിച്ചോണ്ട് പോടോ. ആ മര്യാദയ്ക്ക് വളർത്തണം പിള്ളേരെ. തന്തയും തള്ളയും എല്ലാത്തിനും ഞാൻ അടിക്കും. എന്തൊരു ഇടി അടിക്കുന്നത്, ഒരുപാട് മനുഷ്യ പറ്റില്ലാത്ത. അവരങ്ങ് തീർന്നു പോയാലോ? ഇടിക്കട്ടോ, അന്ന് അവൻ ആ ഹോട്ടലിൽ വന്ന് എന്തിനാണെന്ന് അറിയണ്ടേ? സഹദേവ, നീ എല്ലാറ്റും ന്യായീകരിക്കുമ്പോൾ ഇതും ന്യായീകരിക്കല്ലേ? എടോ, അവനെങ്ങാൻ തീർന്നു പോയാലേ നമ്മളെല്ലാരും കുടുങ്ങും. കുടുങ്ങുന്നാണോ എന്റെ പ്രശ്നം? കേട്ടോന്നേ, തട്ടലും മുട്ടലും കൂടാതെ ആ പൈസ എങ്ങനെ നമ്മുടെ കൈ കിട്ടുന്ന ഞാൻ ചിന്തിക്കുന്നത്. അതിലൊരു പങ്ക് കിട്ടിയാൽ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആ ഇല്ല, എന്നാ ഒരു നല്ല ഇടിച്ചോട്ടെ. അയ്യോ സാർ, അയ്യോ താൻ എന്തോടെ കാണിക്കുന്നേ? ആളെ മനസ്സിലായോ? നമ്മുടെ ജോർജിന്റെ ഹോട്ടലിൽ ഇടിക്കാടോ. താനാര്? ഭരചന്ദ്രൻ IPS അതോ ബൽറാം? ഇവനെ കുഞ്ഞുമോന്റെ ആളെ സാറേ. ഒന്ന് മാറോ, അല്ലെങ്കിൽ അവൻ ചത്തു. എന്നെ കുറെ ഓടിച്ചോ. ഇരിക്കവിടെ ഇരിക്കാൻ ചോദിക്കാൻ തെളിച്ച് പറയുന്നത്. അത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിനക്ക് തല്ലുള്ളത് രക്ഷപ്പെടാം. സത്യം മാത്രം പറയുള്ളൂ സാർ. പറ, എന്ത്? നേരെ നിക്കടാ. നീ എന്തിനാ ഹോട്ടലിൽ വന്നത്? പൊറോട്ട ബീഫ് തന്നെ. സത്യമായിട്ടും നിനക്ക് കുഞ്ഞമ്മതുമായിട്ട് എന്താ ബന്ധം? ആരാണത്? കുറെ നേരം ഈ സാർ ചോദിക്കാൻ എനിക്കറിയില്ല. കുറെ നേരം കേട്ടിട്ടുമില്ല സാർ. സത്യമായിട്ടും ഇതിനാണ് തല്ലി. ഫോണിൽ എടുത്തേ. ലോക്കത്തിൽ ഇങ്ങനെ വരച്ചാൽ മതി വെറുതെ. സാർ ബാലൻസ് കേട്ടോ. കോണ്ടാക്ട് ലിസ്റ്റിലോ ഫോൺ ഹിസ്റ്ററിയിലോ കുഞ്ഞമ്മ നമ്പർ ഉണ്ടോ നോക്കി. ഇതിനകത്ത് കുഞ്ഞാമ്മന്റെ നമ്പർ ഒന്നുമില്ല സാറേ. അപ്പൊ അവന് കുഞ്ഞുമൂതുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുകയല്ല. പിന്നെ നീ എന്തിനാടാ അന്ന് ഹോട്ടലിൽ ഞങ്ങളുടെ ടേബിളിന്റെ അടിയിലോട്ട് കയറി വന്നേ? അയ്യോ അതാ സാറേ കാര്യം. അത് ഞാൻ ഒരു പലിശക്കാരനെ കണ്ടപ്പോ കയറി ഒളിച്ചതാണ്. അയാളെ കണ്ടപ്പോ കയറി അതിൻ്റെ അകത്ത് കയറിയതാണ്. സത്യം സാറേ, ഒന്ന് പറയാം സാറേ, സത്യം കിട്ടും. ആ വക്കീലേ, എന്താ നമ്മുടെ സ്റ്റേഷനിലോട്ടൊക്കെ? വക്കീലായി പോയില്ലേ, അപ്പൊ കോടതി സ്റ്റേഷനൊക്കെ കയറിറങ്ങേണ്ടി വരുമല്ലോ. വക്കീലിരിക്കെ. എന്താ വിശേഷിച്ച്? ഇവിടെ ഡിസൂസ എന്ന പേരുള്ള ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഡിസൂസയോ? ഇല്ല, അങ്ങനെ ഒരാൾ കസ്റ്റഡി ഇല്ല. അയ്യോ ഞാൻ ഡിസൂസ സാർ. നീ എസ്തപ്പാന്നല്ലടാ പറഞ്ഞേ? അല്ല, ഡിസൂസ എസ്തപ്പാൻ അങ്ങനെ രണ്ടുപേരുണ്ട് സാർ. ചിലർ ഡിസൂസ വിളിക്കും, ചിലർ എസ്തപ്പാന്ന് വിളിക്കും. എന്താണ് സാർ ഞാൻ? എന്താ അയാൾക്കെതിരെയുള്ള ചാർജ്? പബ്ലിക് ന്യൂസൻസ്. അപ്പൊ മെഡിക്കലൊക്കെ എടുക്കുമായിരിക്കും അല്ലേ? നല്ല തല്ല് കിട്ടിയ പോലെ ഉണ്ടല്ലോ. മെഡിക്കലൊക്കെ എന്തിനാ? ഞങ്ങൾ ഇതിന് കേസൊന്നും എടുക്കുന്നില്ല. ആളുകൾ കൂട്ടം കൂടുതൽ തല്ലുന്ന കണ്ടപ്പോ ഇദ്ദേഹം വന്ന് രക്ഷിച്ചു, അത്രേ ഉള്ളൂ. ലേടോ, ആ ഈ സാറേ രക്ഷപ്പെടുത്തിയത്. കേസൊന്നും എടുത്തില്ലെങ്കിൽ എനിക്കയാളെ കൊണ്ടുപോകാലോ അല്ലേ? കൊണ്ടോ. ഇനി മേലെ എത്ര അഭ്യാസമായിട്ട് വന്നാക്കല്ലേ? ഞാനെന്ത് സാർ? ഫോൺ. താങ്ക് യു സാർ. പറ്റേ സാർ, പോവാം മാഡം. ഇവരെന്ത് എന്നെ വിളിക്കാൻ വന്നത്? ആരും ഇട്ടത്? സാറെന്താ കേസൊന്നുമില്ലെന്ന് പറഞ്ഞു?
പിന്നെ പറയാതെ എടോ മെഡിക്കലിൽ കൊണ്ടുപോയി താൻ തന്നെ അപ്പിടാൻ പോകുന്നേ. പണ്ടൊരു ആദിവാസി ചെക്കനെ തല്ലിയതിനെ നമ്മുടെ ലക്ഷ്മണനെ 6 മാസം അകത്ത് കിടത്തിയത് ഓർമ്മയുണ്ടോ? ആ മുതലായത്. ആക്ടിവിസ്റ്റാ ആക്ടിവിസ്റ്റ്. ചേച്ചി ആ സൈഡിലൊന്ന് നിർത്തിയാൽ മതി. ഇവിടെ നിർത്തിയാൽ മതി. ആരാണ് അയച്ചത്? ആശ അയച്ചതാ. ആശേ? ആ ആശ. ആ ഓ ആ ശരി. താങ്ക് യു ചേച്ചി. നിനക്കെന്താ ഇന്ന് ഇത്ര വലിയ ഗൗരവം? എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? തന്തയുടെ അടുത്തോട്ട് കെട്ടിയെടുക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. എന്തൊക്കെ ബഹളയെന്ന്. പേഴ്സ് തിരിച്ചു കൊടുക്കുന്നു, ഫോൺ വിളിക്കുന്നു, അച്ഛനെ കൊണ്ട് തറവാട്ടിൽ പോകുന്നു. പണി കൊണ്ട് കിടപ്പിലായപ്പോൾ സമാധാനമായില്ലേ? എന്നിട്ട് ഓളും കൊണ്ട് തിരിഞ്ഞു നോക്കിയോ? സ്റ്റേഷനിൽ അഡ്വക്കേറ്റിനെ വിട്ടത് ജാമ്യക്കാർ അവരാണ്. പോലീസിനെ കൂടെ പിടിപ്പിച്ച ഓളല്ലേ? പോലീസിനെ പിടികൊടുത്തല്ലേ. പക്ഷെ പോലീസ് പിടിച്ചിട്ട് ഏതൊരു കുഞ്ഞോന്റെ പേര് പറഞ്ഞിട്ട് ഇടിയോടിടി കുനിച്ചിരുത്തി നല്ലിടി. അതെന്താന്ന് മാത്രം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. മതി മതി, നല്ല നീരുണ്ട്. കുഴപ്പമില്ല മതി. ഇങ്ങനെ പോകണമെങ്കിൽ കുറച്ചും കൂടി ഇടികൊള്ളാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് പിടിക്കാം. മതി. അപ്പൊ എല്ലാ ദിവസവും ചൂടുവെള്ളം കരുതല്ലേ? ഓ ഓ കരുനാക്കല്ലോ. അതിന് ഷെയർ കൂടെ എന്നെ വിളിക്കരുത് കേട്ടോ. എന്താ ഇവിടെ? ഇത് കുറച്ച് കഞ്ഞിയാ. ആ ഇവിടെ എല്ലാ ദിവസവും കഞ്ഞിയാ. ഒരു സൂക്കട് കാണാൻ വരുമ്പോഴെങ്കിലും കുറച്ച് പൊറോട്ട ബീഫും കൊണ്ടുവന്നൂടെ? ഇവ വെറുതെ തമാശ. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് എല്ലാ ദിവസവും കഞ്ഞിയായിരുന്നു. ഞാനാ സ്കൂളിൽ കഞ്ഞി വിളമ്പിക്കൊണ്ടെന്ന് വെച്ചാൽ ബാക്കി വരുന്ന അവസാനം വരുന്ന കഞ്ഞി അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. അതായിരുന്നു എൻ്റെ അത്താഴം. ഏതുവരെ പഠിച്ചു? ഉറവിൽ 7ാം ക്ലാസ് വരെ. ഹൈസ്കൂളിൽ കഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പോയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. നല്ല നല്ല മാറ്റമുണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ കുറവുണ്ട്. ഇവിടെ നല്ല ചതവ് കുറവുണ്ട് അല്ലേ? നല്ല ഒടിവാ. കുറഞ്ഞില്ലേ ഒടിവ്? ആ എന്നാ ശരി, കാണാം, പിന്നെ വരാം. അയ്യോ അയ്യോ പോലെ പോലെ എനിക്ക് ഒരു ചായ ചായപ്പൊടി പഞ്ചസാരയൊന്നും ഇല്ല ഇവിടെ. അല്ല, അല്ലെങ്കിലും ചായ ഒന്നും വേണ്ട. അനുവിന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഒരു ദിവസം വീട്ടിലേക്ക് വാ, അസുഖമൊക്കെ മാറിയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ വന്നോളാം. ഒരു മിനിറ്റ് ഓട്ടോ വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പോയി. കഞ്ഞി വേണ്ട കേട്ടോ.